അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കരുണാമയനായ രക്ഷിതാവിൻ്റെ അനുഗ്രഹാശസ്സുകൾ മുഴുവൻ സഹോദരങ്ങളിലും സദാ വർഷിക്കുമാറാകട്ടെ. കാലം മുന്നോട്ട് പോകുമ്പോൾ ഏറെ അപകടകരമായ ഒരു പശ്ചാത്തലം നിലനിൽക്കുകയാണ്. ആധുനിക തലമുറ അപകടകരാംവിധം പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നു എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടാനില്ല. ഒരു കാലത്ത് യുവാക്കൾ നാടിൻ്റെ നട്ടെല്ലും അഭിമാനവുമായിരുന്നെങ്കിൽ യുവത ഇപ്പോൾ ലഹരിയുടെ അടിമകളായി മാറുന്നുവോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാലം മുന്നോട്ട് പോകുമ്പോൾ നിരത്തുന്ന കണക്കുകളെല്ലാം ലഹരിയുടെ അടിമകളായി പോകുന്ന യൗവനത്തെയും വിദ്യാർത്ഥി സമൂഹത്തെയുമാണ്. 1400 സംവത്സരങ്ങൾക്ക് മുമ്പ് ലഹരി തിന്മയുടെ മാതാവാണ് എന്നും സാമൂഹിക തിന്മകളിലേക്കും അധർമ്മങ്ങളിലേക്കും അടുത്തു പോകരുത് എന്നും ഖുർആൻ വളരെ കൃത്യമായി പറഞ്ഞിട്ടുള്ളതാണ്. ഖുർആനിൻ്റെ അനുയായികൾ പോലും ഇത്തരം രംഗങ്ങളിൽ അതിരുവിടുന്നു എന്ന് പറയുമ്പോൾ ആശ്വാസകരമായ വർത്തമാനങ്ങളല്ല നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ്റെ സമ്പത്തിനെയും മനുഷ്യൻ്റെ ആരോഗ്യത്തെയും മനുഷ്യൻ്റെ സർവ്വവിഭവശേഷികളെയും തകർത്ത് കളയുന്നതാണ് ലഹരി. ഇസ്ലാം ശരിക്കും മനുഷ്യർക്ക് സുരക്ഷ ഒരുക്കുകയാണ്. ഇസ്ലാമിൻ്റെ നയങ്ങളും ചിന്തകളും ജീവിതത്തോട് ചേർത്ത് വയ്ക്കുകയാണെങ്കിൽ മരണം വരെ അവന് സമാധാനം ലഭിക്കുമെന്ന കാര്യത്തിൽ സന്ദേഹം വേണ്ട. എവിടെയോ അടിതെറ്റിക്കൊണ്ടിരിക്കുകയാണ് യുവസമൂഹത്തിന്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ചുറ്റുപാടുകൾ മലീമസമായി കൊണ്ടിരിക്കുകയാണ്. ക്യാമ്പസുകൾ, കലാലയങ്ങൾ, തെരുവുകൾ, നമുക്കറിയാം ഹോട്ടലുകൾ, നഗരത്തിൻ്റെ ചില പ്രദേശങ്ങൾ, ഇവിടങ്ങളിലൊക്കെ കുട്ടികളും അതേപോലെ തന്നെ വിദ്യാർത്ഥികളും യുവാക്കളുമൊക്കെ ഒരുമിച്ച് കൂടിയിട്ട് ലഹരി ആസ്വദിക്കുക മാത്രമല്ല, അവർ അഴിഞ്ഞാടുക കൂടിയാണ് ചെയ്യുന്നത്. വിവസ്ത്രരായി നടക്കുന്ന ഒരു സമൂഹത്തെ ബീച്ചുകളിൽ ഈ അടുത്ത് കാണാനിടയായി. എന്തുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെ ഉണ്ടാകാനുണ്ടായ അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കാൻ ഇടയായ സാഹചര്യം എന്ന് അന്വേഷിച്ചപ്പോഴാണ് അവരൊക്കെ ലഹരിയുടെ അടിമകളാണ് എന്ന് മനസ്സിലായത്. ഈ സാമൂഹിക തിന്മകൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ നമ്മളെല്ലാവരും ഒരുമയോടെ ഒന്നായി നിന്നില്ലെങ്കിൽ അപകടം പതിയിരിക്കുന്നു എന്ന തിരിച്ചറിവ് തീർച്ചയായിട്ടും നമ്മളെ നയിക്കേണ്ടതുണ്ട്. കുടുംബങ്ങളിൽ പോലും കടന്നു വന്നിരിക്കുകയാണ്. സമൂഹത്തിൽ, സംഘടനകളിൽ ഒക്കെയും ശക്തമായ ബോധവൽക്കരണത്തിലൂടെ ഈ സാമൂഹിക തിന്മയ്ക്കെതിരെ രംഗത്ത് വരാൻ നമ്മളെല്ലാവരും തയ്യാറാകണം. കരുണാമയനായ നാഥൻ അനുഗ്രഹിക്കട്ടെ.